ഈ സംഭവം നടന്നത് എന്റെ നാടായ കോഴിക്കോടിനടുത്തുള്ള സ്ഥലത്താണ്. എന്റെ സുഹൃത്തായ രമേശനാണ് ഇത് നേരിട്ട് അനുഭവിച്ചത്. അതുകൊണ്ട് ഇതൊരു കെട്ടുകഥയല്ല. ഒരു ദിവസം രാത്രി രമേശൻ ജോലിയിൽ ഓവർടൈം ഡ്യൂട്ടി കഴിഞ്ഞ് വളരെ വൈകിയാണ് തന്റെ വീട്ടിലേക്ക് ബൈക്കിൽ പോകുന്നത്. സമയം ഏകദേശം 2 മണി കഴിഞ്ഞിരുന്നു. അവൻ പോകുന്ന വഴിയിൽ കൂടുതൽ വെട്ടം ഒന്നുമില്ലായിരുന്നു. വിജനമായ റോഡിലൂടെ പോകുമ്പോൾ റോഡിന്റെ അരികിൽ ഒരു ആൽമരച്ചുവട്ടിൽ ഒരു സ്ത്രീ കൈ കാണിച്ചു. ഒരു വെള്ള സാരിയായിരുന്നു അവരുടെ വേഷം. ഈ പാതിരാത്രിയിൽ ഒരു സ്ത്രീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ രമേശൻ എന്തോ പന്തികേട് പോലെ തോന്നി. എങ്കിലും എന്തെങ്കിലും സഹായം വേണോ എന്നറിയാൻ അവൻ ബൈക്ക് നിർത്തി. എന്നെ മുന്നിലുള്ള ജംഗ്ഷനിൽ ഒന്ന് ഇറക്കാമോ? അവൾ വളരെ പതുക്കെ ചോദിച്ചു. രമേശൻ സമ്മതിച്ചു. അവർ ബൈക്കിന്റെ പിന്നിൽ കയറി. അവൻ ചോദിച്ചു, എന്താ രാത്രി ഒറ്റയ്ക്ക് ഇവിടെ? പക്ഷേ അവൾ ഒന്നും സംസാരിക്കുന്നില്ല. കുറച്ചു മുന്നോട്ട് പോയപ്പോൾ അവനൊരു വല്ലാത്ത തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. കൂടാതെ പിന്നിലിരിക്കുന്ന സ്ത്രീക്ക് ഒട്ടും ഭാരമില്ലാത്തതുപോലെ അവൻ തോന്നി. അവൻ സംശയത്തോടെ സൈഡ് മിററിലൂടെ പിന്നോട്ട് നോക്കി. കണ്ണാടിയിൽ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു. പിന്നിൽ ആരുമുണ്ടായിരുന്നില്ല. പേടിച്ചു വിറച്ച് അവൻ ബൈക്കിന്റെ വേഗത കൂട്ടി. പെട്ടെന്ന് അവന്റെ ചെവിയിൽ ഒരു ക്രൂരമായ ചിരി മുഴങ്ങി. എന്നെ ഇറക്കാതെ നീ എങ്ങോട്ടാ ഈ പോകുന്നത് എന്നൊരു ശബ്ദം കാറ്റിൽ അവന്റെ ചെവിയിലേക്ക് ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. രമേശൻ തിരിഞ്ഞു നോക്കാതെ സർവ്വശക്തിയുമെടുത്ത് ആക്സിലേറ്റർ തിരിച്ചു. എങ്ങനെയാണ് വീട്ടിലെത്തിയതെന്ന് അവനിന്നും ഓർമ്മയില്ല. വീട്ടിലെത്തി വാതിൽ തുറന്ന അമ്മ കണ്ടത് പേടിച്ച് വിറച്ച് സംസാരിക്കാൻ പോലുമാവാതെ നിൽക്കുന്ന രമേശനെയാണ്. ആ സംഭവത്തിനു ശേഷം ദിവസങ്ങളോളം അവൻ കടുത്ത പനിയായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പേടിയായിരുന്നു. പിന്നീട് ഒരിക്കലും രമേശൻ ആ വഴിക്ക് രാത്രിയിൽ തനിച്ചു പോയിട്ടില്ല.